ഹലോ ഗായ്സ്, വെൽക്കം ടു സ്ലൈസ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പൈസി മന്തിയാണ്. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഏകദേശം 1.5 kg ഉള്ള ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ടൂത്ത് പിക്ക് വെച്ച് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ മന്തി മസാല, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, സ്പൂൺ സൺഫ്ലവർ ഓയിലും നാരങ്ങാനീരും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് അതിൽ നിന്നെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ പേസ്റ്റ് ചിക്കൻ പീസിലേക്കൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. ഈ 4 പീസിലേക്ക് നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കണം. ആദ്യം തന്നെ നമ്മൾ ഈ ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി കൊടുത്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേസ്റ്റ് തേച്ച് പിടിപ്പിക്കുമ്പോൾ ആ സ്പൈസിനെസ് ഒക്കെ അതിൻ്റെ ചിക്കൻ പീസിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു റോ ടേസ്റ്റ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നിട്ട് മസാല എല്ലാം തേച്ചതിന് ശേഷം ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് മിനിമം ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. ഞാനിവിടെ ഒരു 2.5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ഇഡ്ഡലി പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ആ ചിക്കൻ പീസ് അതിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ വെക്കണം. പിന്നെ ഒരു 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി മന്തി റെഡിയാക്കാനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അത് ചൂടാവുമ്പോൾ സവാള, ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, നീളത്തിലരിഞ്ഞ ക്യാപ്സിക്കം, പച്ചമുളക്, കുരുമുളക് ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ട് കരയാമ്പൂ, ഏലക്ക, കറുകപ്പട്ട, ബേ ലീഫ്, മല്ലി, പെരുംജീരകം, ഉണക്കനാരങ്ങ ഇതെല്ലാം ചേർത്തിട്ട് വഴന്നു വന്നതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഏകദേശം എല്ലാം ഒന്ന് റെഡി ആയി കഴിയുമ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം എന്ന കണക്കിൽ 6 കപ്പ് ചിക്കൻ സ്റ്റോക്കാണ് ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1.5 ടീസ്പൂൺ മന്തി മസാലയും പിന്നെ അരി ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നാരങ്ങാനീരും ഒഴിച്ച് കൊടുക്കാം. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ പ്രഷറിലല്ല വേവിക്കുന്നത്. ഒരു മൂടി വെച്ച് മൂടി നന്നായിട്ട് തിളപ്പിച്ചാണ് വേവിച്ചെടുക്കുന്നത്. അത് റെഡിയാകുന്ന ടൈമിൽ നമുക്കിവിടെ മയണൈസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്, 2 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് ഇത് മൊത്തം റെഡിയാക്കാനായിട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കനിലേക്ക് നേരത്തെ മാറ്റി വെച്ച മസാല നന്നായിട്ട് തേച്ച് വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്പൈസി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.